പകുതി വില തട്ടിപ്പിൽ കോഴിക്കോട് കൂടുതൽ കേസുകൾ. വൈദികനായ ജോസ് പ്രകാശ് നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസ് അനന്തു കൃഷ്ണനെതിരെ കേസെടുത്തു. നരിനടയിലെ സോഷ്യൽ സർവീസ് സ്ഥാപനവും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ലക്ഷ്മി, കോഴിക്കോട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇതുകൂടി 10ാമത്തെ കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ 8 കേസുകൾ കോഴിക്കോട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ കേസുകൾ വരുന്നു. മാത്രമല്ല വലിയ തുകയാണ് ഈ വൈദികനായ ജോസ് പ്രകാശ് പറയുന്നതും അങ്ങനെ തന്നെയാണ്. നരിമടയിലെ സോഷ്യൽ സർവീസ് സ്ഥാപനത്തിന്റെ പരാതിയിലും വലിയ തുകയാണ് ആളുകൾക്ക് നഷ്ടമായിരിക്കുന്നത്. നടപടികൾ എങ്ങനെയായിരിക്കും? വിവരങ്ങൾ. അഖില, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ 10ലധികം കേസുകളാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൈദികനാണ് പുതിയ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് 88 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ അനന്തകൃഷ്ണനെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവർ 200ലധികം പേരിൽ നിന്നാണ് ഇത്രയും 88 ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി വൈദികൻ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നരിനടയിലെ സോഷ്യൽ സർവീസ് സ്ഥാപനം പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. അവർ പറയുന്നത് 45 ലക്ഷത്തിലധികം രൂപ ഇവരിൽ നിന്ന് ഈ പാതിവില തട്ടിപ്പുമായി പാതി വിലയ്ക്ക് ലാപ്ടോപ്പും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്തു എന്ന് തന്നെയാണ്. കൂടുതൽ ആളുകൾ ഈ ഒരു അനന്തകൃഷ്ണനെതിരെ പരാതിയുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫറോക്കിലും ഇത്തരത്തിൽ അനന്തകൃഷ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അവർ പറയുന്നത് 6.32 കോടി രൂപ ഈ ഒരു പാതിവില തട്ടിപ്പുമായി പാതി വിലയ്ക്ക് ലാപ്ടോപ്പും ഉപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്തു എന്ന് തന്നെയാണ്. ഏതായാലും കോഴിക്കോട് സംസ്ഥാനത്ത് ആകമാനം കേസുകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും കോഴിക്കോട് ഇപ്പോൾ 10 കേസുകളാണ് അനന്തകൃഷ്ണനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കൂടുതൽ പരാതികളുമായി ആളുകൾ രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശരി, ലക്ഷ്മിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് കൂടുതൽ കേസുകൾ ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട അനന്തകൃഷ്ണനെതിരെ രജിസ്റ്റർ ചെയ്യുകയാണ്.